ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ദൈവം വചനത്തിൽ നൽകുന്ന ഒരു കട്ട താക്കീതുണ്ട്. ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടം സംഭവിക്കാം. എന്താണ് ഈ താക്കീത്? കർത്താവ് പറയുന്നുണ്ട് വചനത്തിൽ, കരുത്തനെയും ദൈവം കറക്കി എറിയും. അങ്ങനെ ഒരു പദപ്രയോഗം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. കരുത്തനായ മനുഷ്യ, നിന്നെ ഞാൻ പന്ത് പോലെ ചുരുട്ടി ദൂരത്തേക്ക് കറക്കി എറിയും. ആ വചനഭാഗം നമുക്ക് പരിചയപ്പെട്ടിരിക്കാം. സോദോമിൻ്റെ പാപം കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു സോദോമിൻ്റെ പാപം? എസെക്കിയേൽ 16:49 എടുക്കുമ്പോൾ ആ ഒരു കാര്യം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എസെക്കിയേൽ 16:49. സോദോമിൻ്റെ തെറ്റ് ഇവയായിരുന്നു. പ്രൗഢി, ഒന്ന് പ്രൗഢി, അഹങ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. രണ്ടാമത്തേത് ഭക്ഷണ സമൃദ്ധി, ഭക്ഷ്യസമൃദ്ധി എന്ന് വേണമെങ്കിലും പറയാം. പ്രൗഢി, ഭക്ഷ്യസമൃദ്ധി. മൂന്നാമത്തെ കാര്യം, നിർധനരെ തുണച്ചില്ല. ഇവര് പ്രൗഢി കാട്ടി, അവരുടെ നേട്ടങ്ങളിൽ അവർ അഹങ്കരിച്ചു. മാത്രമല്ല തീറ്റി കുടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ആവേശത്തോടെ മുഴുകി. അതവരെ ജഡസുഖത്തിന് പ്രേരിപ്പിച്ചു. അനുവദനീയമല്ലാത്ത രീതിയിൽ പോലും പാപസുഖം കിട്ടണമെന്നുള്ള ആ ഒരു ചിന്തയിൽ അവർ മുന്നേറി. നിർധനരായവരെ അവർ തുണച്ചില്ല. സഹായിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു, പക്ഷെ അവർ ആ ഒരു കാര്യത്തിന് മുമ്പോട്ട് വന്നില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ പാപസുഖത്തിലും പ്രൗഢിയിലും ആയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവരുടെ പാപം വളരെ ഗുരുതരമായ പാപമാണ്. ഗുരുതരമായ പാപം. അബ്രാഹാം അവർക്ക് വേണ്ടി കേണപേക്ഷിച്ചിട്ട് പോലും നമ്മൾ കാണുന്നു സോദം ഗൊമോറ ദേശങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. സങ്കീർത്തനം 37 അതിൻ്റെ 35, 36 വചനങ്ങൾ വായിക്കുമ്പോഴും ഈ ഒരു നാശം സൂചിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ലബനോണിലെ ദേവദാരു ഒരു കാലത്ത് തലപൊക്കി നിന്ന പ്രൗഢി, തലപൊക്കി നിന്ന അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിൽ ചെന്നപ്പോൾ അതിൻ്റെ അടയാളം പോലും കണ്ടില്ല. നമ്മുടെ നേട്ടങ്ങളിലാണേലും അഹങ്കരിച്ചാൽ പിന്നീട് വരാവുന്ന നാശത്തെക്കുറിച്ചാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, കരുത്തനെയും കറക്കിയെറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം, ഏശയ്യ 22:15 മുതൽ വായിക്കുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ഷെബ്നായിക്ക് ഒരു താക്കീത് ദൈവം കൊടുക്കുന്നതാണ്. ഷെബ്ന. ഇതുപോലെ തന്നെ ഏദോമിന് ഒരു ശിക്ഷ കർത്താവ് പ്രഖ്യാപിക്കുന്നത് ഒബാദിയായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. ഈ രണ്ട് വചനങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക. കരുത്തനായ മനുഷ്യനെ പോലും കറക്കിയെറിയാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 22 ഏശയ്യ 22:17 മുതൽ വായിക്കുമ്പോൾ കരുത്തനായ മനുഷ്യ, ആരെക്കുറിച്ചാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഷെബ്ന, കരുത്തനായ മനുഷ്യ, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിന്നെ ഊക്കോടെ വലിച്ചെറിയും, പന്ത് പോലെ ചുരുട്ടി നിന്നെ ഞാൻ ദൂരേക്ക് വലിച്ചെറിയും. അതാണ് ഈ വചനഭാഗത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. ഒബാദിയ 1-ാം അധ്യായം 3-ാമത്തെ വചനം, ഏദോമിനുള്ള ശിക്ഷ, അതാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ഏദോം ചിന്തിച്ച ഒരു കാര്യം, ആർക്കെന്നെ താഴെ ഇറക്കാൻ കഴിയും എന്ന് നിന്നെ ചിന്തിപ്പിച്ച നിന്റെ അഹങ്കാരം. വീണ്ടും നമ്മൾ കാണുകയാണ്, അഹങ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിന്റെ അഹങ്കാരം, ആർക്കെന്നെ താഴെ ഇറക്കാൻ പറ്റും എന്ന് നിന്നെ ചിന്തിപ്പിച്ച നിന്റെ അഹങ്കാരം. ഏദോമിനുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ വഞ്ചിക്കപ്പെടും, നിന്റെ അഹങ്കാരം മൂലം നീ വഞ്ചിക്കപ്പെടും, നീ കൊള്ളയടിക്കപ്പെടും, അതിന് നിന്റെ ശത്രുക്കളെ ഞാൻ അനുവദിക്കും എന്നുള്ളത് ദൈവം അവിടെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ അത് നമ്മൾ തിരിച്ചറിയണം. അതിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം. വചനം എത്ര വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുന്നു, അഹങ്കാരിക്ക് നാശം ഉറപ്പാണ്. ഇനി അഹങ്കാരം മൂലം സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവാശ്രയത്വം കുറയും, സ്വയം പുകഴ്ത്തൽ കൂടും. ഇതാണ് സ്വയം വർണ്ണിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. ദൈവാശ്രയത്വവും പ്രാർത്ഥനയും അവരിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രഭാഷകൻ 10-ാം അധ്യായം 12-ാമത്തെ വചനം എൻ്റെ ഒരു കാതലായ സന്ദേശം അത് തന്നെയാണ്. മറ്റൊന്ന്, അഹങ്കാരം അതിൻ്റെ ഉച്ചകോടിയിൽ എത്തുമ്പോഴാണ് ദൈവദൂഷണം. നമ്മൾ കാണുന്നുണ്ട് നിക്കാനോർ, 2 മക്കബായർ 15-ാം അധ്യായം എടുത്താൽ നിക്കാനോറിന് സംഭവിച്ചത്, അവൻ ദൈവദൂഷണം പറഞ്ഞു, അവൻ്റെ തല പോയി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സന്നക്കരിവ്, 2 ദിനവൃത്താന്തം 32 വായിച്ചാൽ
അവൻ പറഞ്ഞൊരു കാര്യം, അവൻ വീം പഠിച്ചു, ഒരു ദൈവത്തിനും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു സന്ദേശം യൂദിത്ത് 5-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹോളോഫർണസ് രാജാവ് ഏതാണ്ട് ഇതേ രീതിയിൽ ചിന്തിച്ചു. ഇവർക്കെല്ലാം സംഭവിച്ചത് എന്താണെന്ന് വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വലിയ നാശം അവരെ പിടികൂടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 28-ാമത്തെ വചനം എടുത്താൽ, അഹങ്കാരിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല, മാനസാന്തരപ്പെടാൻ ചാൻസ് കുറവാണ്. കാരണം തിന്മ അവനിൽ വേരുറച്ചു വളരുന്നു. ഇതാണ് വചനം പഠിപ്പിക്കുക. ഈ അഹങ്കാരത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നത് ഈ സംഭവങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, മനുഷ്യനെ അധഃപതനത്തിലേക്ക് നയിക്കാൻ ശക്തിയുള്ളൊരു കാര്യമാണ് ഇൻസെൻസിറ്റിവിറ്റി ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. ഇനി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ, സോദോമിൻ്റെ പാപം എന്തായിരുന്നു? നിർധനരെ അവർ തുണച്ചില്ല. അതാണ് ഈ പാപം. പാവപ്പെട്ടവരെ തുണയ്ക്കാതിരിക്കുന്നത് അത് പാപമാണ്. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ബാസിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണവും അതുപോലെ തന്നെ വസ്ത്രവും അതുപോലെ തന്നെ നിന്റെ ഭക്ഷണവും ഇതൊക്കെ പാവപ്പെട്ടവർ അർഹിക്കുന്നതാണ്. നീ അത് കൊടുക്കാതിരിക്കുമ്പോൾ നീ അനീതി പ്രവർത്തിക്കുകയാണ് എന്ന് ഈ വിശുദ്ധൻ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എസെക്കിയേൽ 16:49 വചനം, നിർധനരെ തുണച്ചില്ല, അതവർക്ക് നാശം, തീയും ഗന്ധവും ഇറങ്ങി അവർ നശിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കാണുക. യാക്കോബ് 2:15-16 വചനം വായിക്കുമ്പോൾ അവിടെ യാക്കോബിലെ പറയുന്നുണ്ട്, സഹായം അർഹിക്കുന്ന ഒരു സഹോദരനെ നീ കണ്ടിട്ട് നീ അവനെ സഹായിക്കുന്നില്ലെങ്കിൽ, അതിന് മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ നിന്നിൽ എങ്ങനെ ദൈവസ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റും? നീ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവസ്നേഹം അനുഭവിക്കുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കുന്നത് നിന്റെ മുമ്പിലുള്ള സഹായം അർഹിക്കുന്ന വ്യക്തികളെ നീ സഹായിക്കുമ്പോഴാണ്. സുഭാഷിതങ്ങൾ 27-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സഹായം അർഹിക്കുന്നവരിൽ നിന്നും മുഖം തിരിച്ചാൽ നീ ശാപത്തിൻ്റെ മേൽ ശാപം നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ വന്ന് വീഴുന്നത് കാണേണ്ടി വരും. പ്രഭാഷകൻ 29-ാമത്തെ വചനം പറയുന്നുണ്ട്, കൽപ്പനകളെ പ്രതി ദരിദ്രരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, നീ കൽപ്പനകൾ പാലിച്ച് അനുഗ്രഹീതനാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ദരിദ്രരെ സഹായിക്കാൻ നീ തയ്യാറാകണം. സുഭാഷിതങ്ങൾ 19-17 വചനം എടുത്താൽ, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുക, അവിടുന്ന് ആ കടം വീട്ടിയിരിക്കും, അത് പലിശ സഹിതം വീട്ടിയിരിക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ ദൈവകോപം കരുണയാകാനുള്ള വഴി കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അറിവില്ലായ്മയിൽ നമ്മൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും യെശയ്യാ 54:8 പറയുന്നുണ്ട്, ക്ഷണനേരത്തേക്ക് ഞാൻ കോപിച്ചു, പക്ഷേ മഹാകരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു പിടിക്കും. പ്രഭാഷകൻ 3:30, ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അനുതാപത്തോടെ നമ്മൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ദൈവകോപം കരുണയാക്കി മാറ്റാൻ പറ്റും. ആ ഒരു ബോധ്യത്തോടെ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.